മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം പ്രസന്റഡ് ബൈ ഡോക്ടർ സിന്തൂസ് സൗഷധി ക്ലിനിക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിൽ ഈ പൂക്കൾ കാണുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതും രാവിലെ നമ്മുടെ ഗാർഡന്റെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു ഗാർഡനൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു സന്തോഷമാണ് അല്ലേ, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും കുളിർമയും. പക്ഷെ ഫ്ലാറ്റിലുള്ളവർക്കൊന്നും അത് അത്ര പോസിബിൾ അല്ല, എല്ലാവർക്കും അത് പോസിബിൾ അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഓണം വരുന്നു, ഓണം മൊത്തം പൂക്കളുടെയാണ്. പക്ഷേ ഈ പൂക്കൾ വെറുതെ അങ്ങനെ നമ്മൾ കണ്ട് മറക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാനോ അങ്ങനെ അല്ല. പൂക്കൾ ഓരോ പൂവിനും അതിൻ്റെതായിട്ടുള്ള നിറത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയാമോ? അതായത് പ്രണയിനിക്ക് കൊടുക്കുന്നത് റെഡ് ആയിരിക്കും, സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നത് മഞ്ഞയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്, നമ്മുടെ ഓരോ പൂവിൻ്റെയും സ്പെഷ്യാലിറ്റീസിനെ പറ്റി. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണല്ലേ? എന്നാൽ ഓരോ നിറത്തിലുള്ള പൂക്കളുടെയും അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ പുഷ്പത്തിൻ്റെയും നിറത്തിനും അതിൻ്റെ സ്വന്തം പ്രത്യേക അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു. അതിനാൽ നിങ്ങൾ ഒരാൾക്ക് ഒരു പൂ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിലൂടെ നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏത് നിറത്തിലുള്ള പൂ സമ്മാനിക്കണമെന്ന് ഇതിനാൽ അറിയാം. റെഡ് ഫ്ലവർ, ചുവപ്പ് പുഷ്പങ്ങൾ ഒരാൾക്ക് സമ്മാനിക്കാൻ ഏറ്റവും ജനപ്രിയമായ നിറങ്ങളിൽ ഒന്നാണ്. ആവേശം, സ്നേഹം, സ്നേഹാഭിമാനം എന്നീ അർത്ഥങ്ങളോട് കൂടിയതിനാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് ഈ പൂ സമ്മാനിക്കുമ്പോൾ ചുവപ്പ് പുഷ്പങ്ങൾ ഉൾപ്പെടുത്തണം. ധൈര്യം, ബഹുമാനം, ആഗ്രഹം എന്നിവയെ പ്രതിനിധീകരിക്കാൻ ചുവപ്പ് പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു. പിങ്ക് ഫ്ലവേഴ്സ്, പിങ്ക് പുഷ്പങ്ങൾ വിവിധ സംസ്കാരങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. സാധാരണയായി അവ കൃപ, സന്തോഷം, നിരപരാധിത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. തായ്ലൻഡിൽ പിങ്ക് പുഷ്പങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ചൈനയിൽ അവ നല്ല ഭാഗ്യത്തിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ പിങ്ക് പുഷ്പങ്ങൾ സ്ത്രീത്വത്തെയും മനോഭാവത്തെയും പ്രതിനിധീകരിക്കുന്നു. സുഹൃത്തുക്കൾക്കും പ്രണയാഭിലാഷമുള്ളവർക്കും അയക്കാൻ പിങ്ക് പുഷ്പങ്ങൾ മനോഹരമായ നിറമാണ്. യെല്ലോ ഫ്ലവേഴ്സ്, ഒരു സുഹൃത്തിൻ്റെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വലിയ മഞ്ഞ പുഷ്പകൂടം തന്നെയാണ് മികച്ചത്. തെളിഞ്ഞ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കണ്ടാൽ ആർക്കും ചിരി അടക്കാൻ കഴിയില്ല. സന്തോഷം, വിനോദം, സൗഹൃദം എന്നീ അർത്ഥങ്ങളോട് കൂടിയതിനാൽ അത്ഭുതപ്പെടാനില്ല. മഞ്ഞ പുഷ്പങ്ങൾ ഏതു വീടിനെയും പ്രകാശിപ്പിക്കാൻ മികച്ചതാണ്. അവയുടെ സന്തോഷകരമായ അർത്ഥങ്ങൾ മനോഹരമായൊരു സമ്മാനമാകും. വൈറ്റ് ഫ്ലവേഴ്സ്, ലളിതവും മനോഹരവുമായ വെള്ളപ്പൂക്കൾ ശുദ്ധി, വിനയം, നിരപരാധിത്വം എന്നിവയുടെ അർത്ഥം വഹിക്കുന്നു. അതുകൊണ്ട് വിവാഹങ്ങളിലും കുഞ്ഞിനെ വരവേറ്റുന്നവർക്കും അയക്കാൻ അനുയോജ്യമാണ്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വെള്ളപ്പൂക്കൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ അത് മരണം, ദുഃഖാചരണം എന്നിവയുടെ പ്രതീകമാണ്. അതിനാൽ ഒരു ഏഷ്യൻ വിവാഹത്തിന് വെള്ളപ്പൂക്കൾ അയക്കുന്നത് നല്ല ആശയമാവില്ല. സത്യത്തിൽ ആർക്കും ചെയ്യാം. നമ്മുടെ ബാംഗ്ലൂരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടെ ഒക്കെ സ്ഥലം ഉണ്ടാവും. അങ്ങനെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പൂന്തോട്ടമൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളൊരു ചെടി നട്ട് അതിനകത്തൊരു പൂ വളർന്ന് നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് അത്. തീർച്ചയായിട്ടും. എന്നിട്ട് അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ, നമ്മൾ വെറുതെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതല്ലല്ലോ. അത് കൊടുക്കുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ചുവന്ന പുഷ്പങ്ങളായാലും വെള്ള പുഷ്പങ്ങളായാലും അതൊക്കെ കൊടുക്കുമ്പോൾ അത് അവർക്കും ഒരു സന്തോഷമായിരിക്കും, നമുക്കും അതൊരു സന്തോഷം. പരിപാലിച്ച് നമ്മൾ വളർത്തി കാണുമ്പോൾ ഭയങ്കര മനസ്സിനും ഒക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ അതെ അതെ. ഇന്ന് എങ്ങനെ വന്നേ ചിക്കു? എനിക്ക് എൻ്റെ സ്വന്തം ട്രാൻസ്പോർട്ട് ഉണ്ട്. ഓക്കെ. ഞാൻ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ മൊത്തം ട്രാഫിക്കും ബസ്സും. ഈ അടുത്തിപ്പോൾ 2-3 ദിവസം മുന്നേ നമ്മൾ കണ്ട ഒരു ആക്സിഡൻ്റ് ഒക്കെ വാർത്ത വായിച്ചിട്ടൊരു പയ്യൻ്റെ ഭയങ്കര ഒരു വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷേ ഈ ബസ്സുകളുടെ അല്ലേ അമിതമായിട്ടുള്ള ഈ അനാവശ്യമായിട്ടുള്ള ഈ ഓട്ടം കാണുമ്പോൾ അത് അവരുടെയും ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവർക്ക് റോഡിൽ അത്രയും ട്രാഫിക്കാണ്, അവർക്ക് കറക്റ്റ് സമയത്ത് ഇത് അവിടെ എത്തിക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ റോഡ് സുരക്ഷ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിലത്തെ പാസഞ്ചേഴ്സിന് നമ്മൾ ഒരു കെയർ ചെയ്യണം. അതാണ്. അപ്പോൾ അത് ഈ ബസ്സുകളുടെ കാര്യം പറയുമ്പോൾ, പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യം പറയുമ്പോൾ, നമുക്ക് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രൈവറ്റ് ബസ്സിന് ഒരു ഉടമയുണ്ടായിരുന്നു. ആരെ പറ്റിയാണ് പറയുന്നത്? അതായത് 1910 1908 അവർ അത് രജിസ്റ്റർ ചെയ്തു. 10 തൊട്ട് ഓടി തുടങ്ങി. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് അത് കോട്ടയത്താണ്. കോട്ടയം പാലാ റൂട്ടിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അതിന്റെ വിശേഷങ്ങളുണ്ടോ? നമുക്കൊന്ന് പോയിട്ട് അതിന്റെ വിഷ്വൽസിലൊക്കെ പോയിട്ട് വരാം. 110 വർഷം മുൻപ് ഒരു 18-കാരൻ്റെ സ്വപ്നം. കേരളത്തിലെ ആദ്യ ബസ് സർവീസ് ഓടിത്തുടങ്ങിയ കഥ. കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ് 1910 പാലാ കോട്ടയം റൂട്ടിൽ 25 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത പാലായിൽ നിന്നും ശ്രീ ജോസഫ് അഗസ്തിയാണ് ഈ ബസ് ആദ്യമായി കൊണ്ടുവന്നത്.
1908 മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തു. തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാമത്തെ കമ്പനി. പിറ്റേ വർഷം അവസാനത്തോടെ ഫ്രാൻസിൽ നിന്നും കപ്പലിൽ അവനെത്തി. ജോസഫിൻ്റെ സ്വപ്നം ത്രോണിക് ക്രാഫ്റ്റ് എന്ന കമ്പനി നിർമ്മിച്ച ബസ്. അങ്ങനെ 1910 കേരളത്തിലെ ആദ്യ ബസ് സർവീസ് കോട്ടയം പാലാ റൂട്ടിൽ തുടങ്ങി. മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ജോസഫിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അമ്മാവനായ അഗസ്തി മത്തായിക്ക് ചെലവഴിക്കേണ്ടി വന്നത് 1000 പവൻ, ഇന്നത്തെ സ്വർണ്ണവില അനുസരിച്ച് 2.5 കോടിയോളം രൂപ. രാവിലെ പാലായിൽ നിന്നും ഓട്ടം തുടങ്ങുന്ന വണ്ടി ചെങ്കല്ലുകളും കുഴികളും നിറഞ്ഞ മൺപാതയിലൂടെ 25 കിലോമീറ്റർ ചാടിയും തുള്ളിയും ഓടി 2.5 മണിക്കൂറോളം എടുത്ത് കോട്ടയത്തെത്തും. പിന്നെ 2 മണിക്കൂർ വണ്ടിക്കും ഡ്രൈവർക്കും വിശ്രമം. വൈകുന്നേരത്തോടെ തിരിച്ചു പാലായിലേക്ക്. സ്റ്റോപ്പുകളോ നിർത്താൻ മണിയടിയോ ഒന്നും ഉണ്ടായില്ല. സാർ എന്ന യാത്രക്കാരൻ വിളിക്കും. ഡ്രൈവർ സാർ വണ്ടി നിർത്തും. 10 സീറ്റുള്ള വണ്ടിയിൽ പലപ്പോഴും പകുതി ആളുപോലും ഉണ്ടാകില്ല. ചില ദിവസങ്ങളിൽ ആളില്ലാത്തതിനാൽ സർവീസ് വേണ്ടെന്നും വെച്ചു. ജോസഫിന് നിഗമനം ശരിയായിരുന്നു. കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ധാരാളം യാത്രക്കാരെ കിട്ടി. 1919 വരെ ഈ റൂട്ടിൽ മീനച്ചിൽ മോട്ടോർ അസോസിയേഷൻ ബസ് ഓടി. ഇതിനിടയിൽ മറ്റൊരു ബസ് കൂടി ജോസഫ് ഫ്രാൻസിൽ നിന്നും എത്തിച്ചതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് ജേക്കബ് സേവ്യർ. പക്ഷേ രേഖകളൊന്നുമില്ല. 1918 ജനുവരി 4 കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയതോടെ ബസ്സിൽ ആള് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ 1919 വണ്ടി വീണ്ടും പാലായിലേക്ക്. പിന്നീട് 1922 വരെ പാലാ കോട്ടയം റൂട്ടിൽ ഓട്ടം. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അനിശ്ചിതത്വം മൂലം ബസ്സിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാതായി. ഇതിനിടെ പെട്രോൾ എഞ്ചിനിലേക്ക് മാറിയ വണ്ടിക്ക് പെട്രോൾ ക്ഷാമവും വിനയായി. അതോടെ 1922 ഓട്ടം അവസാനിപ്പിച്ചു. പിന്നീട് വാങ്ങിയതിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് ബസ് മദിരാശിയിലുള്ള ആർക്കോ വിറ്റു. 1910 അപ്പോൾ ആക്ച്വലി ആദ്യത്തെ പ്രൈവറ്റ് ബസ് കേരളത്തിൽ വന്നത് 1910. അതായത് ഇപ്പോൾ ഏതാണ്ട് 115 വർഷങ്ങൾ 115 വർഷങ്ങളായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നു. എന്തായാലും അവിടുന്ന് ഈ ഒരു കാലഘട്ടത്തേക്ക് എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ ട്രാഫിക് ബ്ലോക്കിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ പ്രൈവറ്റ് ബസ്. പ്രൈവറ്റ് ആയിക്കോട്ടെ ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, നമ്മുടെ റോഡുകളൊന്നും അത്ര വലുതല്ല. പിന്നെ ആദ്യത്തെ പ്രൈവറ്റ് ബസ് എപ്പോഴും പറയുന്നുണ്ട് റോഡ് കന്ന് ഇത്രമാത്രം ഒന്നും അത്ര കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞതിലൂടെയാണ് ആ ബസ് ഓടിപ്പോയി തുടങ്ങി. പക്ഷെ ഇത്രയും ബസ്സുകളും ഉണ്ടായിരിക്കില്ല, ഇത്രയും നമ്പേഴ്സ് ഓഫ് ബസ് ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു അത്യാവശ്യ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രേക്ഷകരും അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ കയറി ട്രാഫിക് ബ്ലോക്കിൽ പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ ബസ്സുകൾ കാരണം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ അതിൽ പെട്ടുപോയവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ അത്യാവശ്യത്തിനൊക്കെ പോകുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു ബ്ലഡ് ഡൊണേഷന് പോയപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല. ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കും പോകണം, എത്താൻ പറ്റുന്നില്ല. അതെ. ഈ ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ടീച്ചർ ബ്ലഡ് കൊടുക്കാറുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. കൊടുക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ കൊടുത്തിട്ടില്ല. അത് നമ്മളൊരു ഹെൽത്തി അഡൽട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് കൊടുക്കണം. അതിന് ട്രൈ ചെയ്യണം. അത് വേദനിക്കുന്ന കാര്യമല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന് ഒരു വലിയൊരു ഇതാണല്ലോ. അതെ, നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾ രക്തം ദാനം ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു സേവനമാണ്, സമൂഹത്തിന് മാത്രമല്ല നിങ്ങൾക്ക് സ്വയം. രക്തദാനം ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നു. ഗർഭിണികൾ, അപകടത്തിൽപ്പെട്ടവർ, ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നവർ, ക്യാൻസർ രോഗികൾ തുടങ്ങി നിരവധി പേർക്ക് രക്തം അത്യാവശ്യമാണ്. സ്ഥിരമായി രക്തം ദാനം ചെയ്യുന്നത് ഹൃദയാഘാതത്തിൻ്റെ സാധ്യത കുറയ്ക്കും. ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് നിയന്ത്രിച്ച് ഹൃദയത്തെ കൂടുതൽ ആരോഗ്യവാനാക്കും. ശരീരത്തിൽ കൂടുതൽ ഇരുമ്പ് എത്തിച്ചേരുന്നത് ചില ക്യാൻസറുകൾക്ക് സാധ്യത ഉയർത്തുന്നു. രക്തദാനത്തിലൂടെ ഇത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ രക്തം നൽകുമ്പോൾ ഏകദേശം 650 മുതൽ 700 കിലോ കാലറി വരെ കുറയാം. ഇത് ഭാരം നിയന്ത്രിക്കാൻ ചെറിയ തോതിൽ സഹായകമാണ്. ഓരോ രക്തദാനത്തിന് ശേഷം ഹീമോഗ്ലോബിൻ, ഹെപ്പറ്റൈറ്റിസ്, HIV, സിഫിലിസ്, മലേറിയ പോലുള്ള രോഗങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. ഇങ്ങനെ രോഗം ആദ്യമേ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയുന്നു. നിങ്ങൾ രക്തം ദാനം ചെയ്യുമ്പോൾ മറ്റൊരാളെ മാത്രമല്ല, നിങ്ങൾ സ്വയം ഒരു നന്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. രക്തം നൽകുന്നത് നല്ല മനസ്സും ആരോഗ്യമുള്ള ശരീരമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും രക്തം ദാനം ചെയ്യുന്നത് ഒരു ശീലമാക്കും.
ഇപ്പോൾ മനസ്സിലായോ എന്തൊക്കെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളെന്ന്? അതൊക്കെ പേടിക്കാനില്ല അല്ലേ? വളരെ ഒരിക്കലുമില്ല, ഒട്ടും പേടിക്കാനില്ല. ഒത്തിരി പേർക്ക് ഈ സിറിഞ്ച് നീഡിലൊക്കെ കാണുമ്പോൾ പേടിക്കുന്നവരുണ്ട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു കുത്തുകൊണ്ടവരായിരിക്കുമല്ലോ, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ ഈ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോൾ അവരുടെ ബന്ധുക്കളുടെയൊക്കെ അത് ഞാൻ പല തവണ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരു ആശ്വാസമൊക്കെ ഇവൻ കാരണം അവർ നമ്മളെ എപ്പോഴെങ്കിലും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുമായിരിക്കും. പക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബ്ലഡ് ഡൊണേഷൻ ഏറ്റവും വലിയ കാര്യം നമുക്ക് ആ ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലേ, നമ്മുടെ ഒരു എഫേർട്ട്. ഡോക്ടറും നഴ്സുമാരും മാത്രമല്ല, നമുക്കും അതിനകത്ത് ഒരു പങ്കുണ്ട് എന്ന് വിചാരിച്ച് നമുക്കൊരു സന്തോഷം. എത്രയും നല്ലൊരു മഹത്തായ കാര്യമാണ് അല്ലേ? കാരണം നമുക്ക് അതിൽ അവരൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇത് എന്താ പറയുക, എന്ത് സംഭവിക്കുന്നുള്ള നമുക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് വലിയൊരു കാര്യമാണ്. അതൊരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. രക്തം, വെള്ളം, ഇതിന് രണ്ടിനും പകരം വെക്കാൻ മറ്റൊന്നും കാണില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണോ അത് കൊടുത്ത് ഒരു ജീവൻ രക്ഷിക്കാൻ. ഈ ബ്ലഡ് ഡൊണേഷൻ ഡേ ഉണ്ട്, ഒരു ഡേ ആയിട്ട് ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പം നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഭയപ്പെടാതെ മുന്നോട്ട് വരിക. ആരുടെയെങ്കിലുമൊക്കെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സമൂഹത്തിന് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, അതിനുവേണ്ടി നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക, ഒരു നല്ല ശരീരം നിങ്ങൾ കീപ്പ് ചെയ്യുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിനകത്ത്, ചിരിച്ചാൽ അത്യാവശ്യം നമ്മൾ ഹെൽത്തി, അതെ നമ്മുടെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം കൂടിയാണ്. ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽബീയിങ് എന്നാണ് പറയുന്നത് ഹെൽത്തിനെ പറ്റി, നമ്മുടെ ആരോഗ്യത്തെ പറ്റി. ശരീരം മാത്രമല്ല, മനസ്സും. ഒത്തിരി ക്ലബ്സ് വരെ ഉണ്ട് അല്ലേ? അതെ, ചിരിക്കാൻ വേണ്ടി. രാവിലെ നമ്മള് ബാംഗ്ലൂരൊക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അതെ, ലാഫിംഗ് ക്ലബ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കത് ചിലപ്പോൾ അത് ആലോചിക്കുമ്പോൾ നല്ലതായിട്ട് തോന്നും, ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ചിരിക്കാൻ, മനുഷ്യർക്ക് ചിരിക്കാൻ ഒരു ക്ലബ്ബ് വേണം. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ചിരിക്കാൻ വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ അയൽപക്കത്തുള്ള, അവരോടൊക്കെ 10 മിനിറ്റ് അവരുടെ ഒപ്പം പോയി ഇരുന്നാല്. ഇന്നിപ്പോ അതിനുള്ള സമയമില്ലല്ലോ ആർക്കും. എല്ലാവരും അവനവന്റെ ഫോണുമായിട്ട് ഉള്ള ഒരു ലോൺലി ലൈഫ് അല്ല, ഒരു ഐസൊലേറ്റഡ് ലൈഫാണ് ഇപ്പൊ എല്ലാവരും. പിന്നെ ചിരിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് മൈംസ് ഉണ്ട്. മൈംസ് കാണാറുണ്ടോ? മൈംസ് ഞാൻ അങ്ങനെ ഒത്തിരി അതിനോടൊത്തിരി കാണില്ല. പക്ഷെ സ്കൂളിലായിരിക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ആനുവൽ ഡേയ്സിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതൊരു ഭയങ്കര വലിയൊരു ആർട്ടാണ്. ടോം ദ മൈമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഒത്തിരി വായിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മൈം ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ടോം ദ മൈം. ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കണ്ടുവരാം. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഗസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ചിരി പൊട്ടും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഒരു സദസ്സിലിരിക്കുന്ന പ്രേക്ഷകരെ തൻ്റെ കഴിവ് കൊണ്ട് ചിരിപ്പിക്കുക അത്ര എളുപ്പമല്ല അല്ലേ? ടോം ദി മൈം എന്നത് സാധാരണയായി മൈം കലയെ ആധാരമാക്കി ഹാസ്യപരമായതോ അപ്രതീക്ഷിതമായതോ ആയ വഴികളിലൂടെയുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. അദ്ദേഹം സീ വേൾഡിൽ സ്ഥിരമായി പ്രകടനങ്ങളുള്ള ഒരു കലാകാരനാണ്, പ്രത്യേകിച്ച് സീ ലയൺ ആൻഡ് ഓട്ടർ സ്റ്റേഡിയത്തിൽ. സീ വേൾഡിലും അദ്ദേഹം 3.5 പതിറ്റാണ്ടിലധികമായി പ്രകടനം നടത്തി വരികയാണ്. എല്ലാ പ്രായക്കാരിലും പ്രതീക്ഷയും ആകർഷണവും നിറച്ച പ്രകടനങ്ങളിലൂടെയാണ് സീ വേൾഡിൻ്റെ പ്രിയങ്കരനായി ടോം മാറിയിട്ടുണ്ട്. ഡെറ്റോണ ബീച്ചിൽ ജനിച്ചും വളർന്നും സീ വേൾഡിൽ സന്ദർശകർക്കായി കോടികളേറെ ആളുകളുടെ ഹൃദയത്തിലേക്കും അദ്ദേഹത്തിൻ്റെ അതുല്യമായ മൈം ശൈലി ചിരിയും സന്തോഷവും അത്ഭുതവും പകരുന്നവയായി മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ചിരിക്കാനുള്ള ഒരു കാരണങ്ങൾ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ടോം എന്ന് തന്നെയാണ്, ടോം മുൻസൺ. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചിരിക്കുക, മനസ്സ് തുറന്ന് ചിരിക്കുക അല്ലേ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അതെങ്കിലും പറ്റില്ലെങ്കിൽ പിന്നെ നമ്മള് ഇനി ഒന്നും വേണ്ട, നമ്മളൊന്നും വേണ്ട, നമ്മുടെ കുറച്ച് പഴയ സിനിമകള് കുറച്ച് കോമഡി സീൻസ് കണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ചിരി വരും. നമ്മൾ എത്രയും ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നു അതൊക്കെ മാറി നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ്ഡ് ആയി നമ്മൾ ചിരിയിലോട്ട് പോകും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം, ചിരിച്ചുകൊണ്ടുള്ള എപ്പോഴും ചിരിക്കട്ടെ അല്ലെ? എന്ത് പ്രശ്നം വന്നാലും അതിന് ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ നേരിടാൻ ശ്രമിക്കുക. അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടും. അപ്പം ജിക്കു, നമുക്ക് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം ഏകദേശം അവസാനിപ്പിക്കാൻ നേരമായി. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മീഡിയ 7 ഗുഡ് മോർണിംഗ് കേരളം പ്രസന്റഡ് ബൈ ഡോക്ടർ സിന്ധൂസ് സൗഷധി ക്ലിനിക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.